ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജില്ലകളിലൂടെയുള്ള പ്രധാന കറണ്ട് അഫയേഴ്സ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2024 ഏപ്രിലിൽ കളിസ്ഥലമില്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന് ഉത്തരവിട്ട ഹൈക്കോടതി. കേരള ഹൈക്കോടതി. കളിസ്ഥലമില്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന് ഉത്തരവിട്ട ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. കേരളത്തിലേക്ക് ആദ്യമായി സർവീസ് നടത്തിയ ഡബിൾ ഡെക്കർ ട്രെയിൻ കോയമ്പത്തൂർ ബാംഗ്ലൂർ ഉദയ് എക്സ്പ്രസ്. ഇപ്പോൾ കേരളത്തിലേക്ക് ആദ്യമായി സർവീസ് നടത്തിയ ഡബിൾ ഡെക്കർ ട്രെയിനാണ് കോയമ്പത്തൂർ ബാംഗ്ലൂർ ഉദയ് എക്സ്പ്രസ്. സംസ്ഥാനത്തെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി ട്രാൻസ്മുദ്ര. ഇപ്പോൾ സംസ്ഥാനത്തെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റിയാണ് ട്രാൻസ്മുദ്ര കോഴിക്കോട്. നാളികേര വിളവെടുപ്പും ബന്ധപ്പെട്ട ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി കേരള നാളികേര വികസന ബോർഡ് ആരംഭിച്ച കോൾ സെന്റർ തെങ്ങിന്റെ ചെങ്ങാതിക്കൂട്ടം. അപ്പോൾ കേരള നാളികേര വികസന ബോർഡ് ആരംഭിച്ച കോൾ സെന്റർ ആണ് തെങ്ങിന്റെ ചെങ്ങാതിക്കൂട്ടം. സംസ്ഥാനത്ത് ആദ്യമായി ഭിന്നശേഷി കുട്ടികൾക്കായി ഗ്രീൻ തെറാപ്പി ഗാർഡൻ തയ്യാറാക്കിയ സ്കൂൾ മാടായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂർ. അപ്പോൾ സംസ്ഥാനത്ത് ആദ്യമായി ഭിന്നശേഷി കുട്ടികൾക്കായി ഗ്രീൻ തെറാപ്പി ഗാർഡൻ തയ്യാറാക്കിയ സ്കൂളാണ് മാടായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂർ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പോളിംഗ് ശതമാനം 71.27%. ഇപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പോളിംഗ് ശതമാനമാണ് 71.27%. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ല പാലക്കാട്. ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ലയാണ് പാലക്കാട്. മുങ്ങിക്കപ്പലുകൾ തമ്മിലുള്ള ആശയവിനിമയ പരീക്ഷണങ്ങൾക്കായി നേവൽ ഫിസിക്കൽ ആൻഡ് ഓഷ്യാനോഗ്രാഫിക് ലബോറട്ടറി സബ്മേഴ്സിബിൾ പ്ലാറ്റ്ഫോം സ്ഥാപിച്ചത് കുളമാവ് ഇടുക്കി. അപ്പോൾ മുങ്ങിക്കപ്പലുകൾ തമ്മിലുള്ള ആശയവിനിമയ പരീക്ഷണങ്ങൾക്കായി നേവൽ ഫിസിക്കൽ ആൻഡ് ഓഷ്യാനോഗ്രാഫിക് ലബോറട്ടറി സബ്മേഴ്സിബിൾ പ്ലാറ്റ്ഫോം സ്ഥാപിച്ചത് കുളമാവ് ഇടുക്കി. അടങ്ങ് മലയാളി എന്ന പുസ്തകം എഴുതിയത് ഉണ്ണി ആർ. അടങ്ങ് മലയാളി എന്ന പുസ്തകം എഴുതിയത് ഉണ്ണി ആർ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് പഞ്ചായത്ത് ചക്കിട്ടപ്പാറ കോഴിക്കോട്. ഇപ്പോൾ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് പഞ്ചായത്ത് ചക്കിട്ടപ്പാറ കോഴിക്കോട്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് സംസ്ഥാനങ്ങളിലൂടെയുള്ള പ്രധാന കറണ്ട് അഫയേഴ്സ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ പുനരുപയോഗ എനർജി പാർക്ക് നിലവിൽ വരുന്നത് ഗുജറാത്ത്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പുനരുപയോഗ എനർജി പാർക്ക് നിലവിൽ വരുന്നത് ഗുജറാത്ത്. ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കുന്നതിനായി റെയിൽവേ വികസിപ്പിച്ച സുരക്ഷാ സംവിധാനം കവച്. ഇപ്പോൾ ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കുന്നതിനായി റെയിൽവേ വികസിപ്പിച്ച സുരക്ഷാ സംവിധാനമാണ് കവച്. ഇന്ത്യയിൽ വ്യാപകമായി നടക്കുന്ന സൈബർ തട്ടിപ്പുകൾക്ക് തടയിടുന്നതിനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വികസിപ്പിച്ച പ്രത്യേക സോഫ്റ്റ്വെയർ പ്രതിബിംബ്. അപ്പോൾ ഇന്ത്യയിൽ വ്യാപകമായി നടക്കുന്ന സൈബർ തട്ടിപ്പുകൾ തടയിടാൻ വേണ്ടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വികസിപ്പിച്ച പ്രത്യേക സോഫ്റ്റ്വെയർ ആണ് പ്രതിബിംബ്. ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ യുഗീൻ ഭാരത് മ്യൂസിയം നിലവിൽ വരുന്നത് ന്യൂഡൽഹി. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ യുഗീൻ ഭാരത് മ്യൂസിയം നിലവിൽ വരുന്നത് ന്യൂഡൽഹി. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മത്സ്യവിഭവങ്ങൾ കഴിക്കുന്നവരുള്ള സംസ്ഥാനം ത്രിപുര. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മത്സ്യവിഭവങ്ങൾ കഴിക്കുന്നവരുള്ള സംസ്ഥാനമാണ് ത്രിപുര. 2024 ഏപ്രിലിൽ സെങ് ഹിലാങ് എന്ന ഫെസ്റ്റിവൽ ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം മേഘാലയ. ഇപ്പോൾ 2024 ഏപ്രിലിൽ സെങ് ഹിലാങ് എന്ന ഫെസ്റ്റിവൽ ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് മേഘാലയ. ജയ്പൂരിൽ നടന്ന മിസ് ടീൻ ദിവ മത്സരത്തിൽ മിസ് ടീൻ ഇന്റർനാഷണൽ ഇന്ത്യ പട്ടം സ്വന്തമാക്കിയ മലയാളി കെസിയ മെജോ. ഇപ്പോൾ ജയ്പൂരിൽ നടന്ന മിസ് ടീൻ ദിവ മത്സരത്തിൽ മിസ് ടീൻ ഇന്റർനാഷണൽ ഇന്ത്യ പട്ടം സ്വന്തമാക്കിയ മലയാളി കെസിയ മെജോ. റിസർവ് ബാങ്കിന്റെ പ്രോഗ്രാമബിൾ CBDC പ്രൈവറ്റ് പൈലറ്റ് പദ്ധതി ആദ്യമായി നടപ്പാക്കുന്ന ബാങ്ക് ഇൻഡസൻഡ് ബാങ്ക്. അപ്പോൾ റിസർവ് ബാങ്കിന്റെ പ്രോഗ്രാമബിൾ CBDC പൈലറ്റ് പദ്ധതി ആദ്യമായി നടപ്പാക്കുന്ന ബാങ്കാണ് ഇൻഡസൻഡ് ബാങ്ക്. 2024 ഏപ്രിലിൽ അന്തരിച്ച സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകനും സർവോദയ ചിപ്കോ മുന്നേറ്റങ്ങളുടെ നേതാക്കളിൽ ഒരാളുമായിരുന്ന വ്യക്തി മുരാരി ലാൽ. 2024 ഏപ്രിലിൽ അന്തരിച്ച സാമൂഹിക പരിസ്ഥിതി പ്രവർത്തനം സർവോദയ ചിപ്കോ മുന്നേറ്റങ്ങളുടെ നേതാക്കളിൽ ഒരാളുമായിരുന്ന വ്യക്തിയാണ് മുരാരി ലാൽ. ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം ന്യൂ പാമ്പൻ ബ്രിഡ്ജ്. ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് ന്യൂ പാമ്പൻ ബ്രിഡ്ജ്.
തിരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ വേഗത്തിൽ അറിയിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച ആപ്ലിക്കേഷൻ വോട്ടർ ടേൺ ഔട്ട് ആപ്പ്. ഇപ്പോൾ തിരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ വേഗത്തിൽ അറിയിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച ആപ്ലിക്കേഷനാണ് വോട്ടർ ടേൺ ഔട്ട് ആപ്പ്. ക്യാൻസറിനെ കീഴടക്കാൻ കൃത്രിമ ആന്റിജൻ വികസിപ്പിച്ചെടുത്തത് IISc ബാംഗ്ലൂർ. ഇപ്പോൾ ക്യാൻസറിനെ കീഴടക്കാൻ കൃത്രിമ ആന്റിജൻ വികസിപ്പിച്ചെടുത്തത് IISc ബാംഗ്ലൂർ. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോകത്തെ സംബന്ധിച്ച പ്രധാന കറണ്ട് അഫയേഴ്സ് ആണ്. ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ സൈനിക നടപടി അറിയപ്പെടുന്നത് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ്. അപ്പോൾ ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ സൈനിക നടപടി അറിയപ്പെടുന്നത് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ്. ഇറാൻ സഹായത്തോടെ ശ്രീലങ്കയിൽ നിർമ്മിച്ച ജലവൈദ്യുത പദ്ധതി ഉമാഓയ ജലവൈദ്യുത പദ്ധതി. ഇറാൻ സഹായത്തോടെ ശ്രീലങ്കയിൽ നിർമ്മിച്ച ജലവൈദ്യുത പദ്ധതിയാണ് ഉമാഓയ ജലവൈദ്യുത പദ്ധതി. 2024 ഏപ്രിലിൽ ഊർജ പ്രതിസന്ധിയെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട തെക്കേ അമേരിക്കൻ രാജ്യം ഇക്വഡോർ. ഇപ്പോൾ 2024 ഏപ്രിലിൽ ഊർജ പ്രതിസന്ധിയെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട തെക്കേ അമേരിക്കൻ രാജ്യമാണ് ഇക്വഡോർ. റുവാങ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇന്തോനേഷ്യ. ഇപ്പോൾ റുവാങ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇന്തോനേഷ്യ. ലോകത്ത് ആദ്യമായി ചന്ദ്രന്റെ സമ്പൂർണ്ണ ഹൈ ഡെഫിനിഷണൽ അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യം ചൈന. അപ്പോൾ ലോകത്ത് ആദ്യമായിട്ട് ചന്ദ്രന്റെ സമ്പൂർണ്ണ ഹൈ ഡെഫിനിഷൻ അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യമാണ് ചൈന. യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യ, 144.17 കോടി. അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻസ് ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യ. 2024 മെനിഞ്ചൈറ്റിസിനെതിരെ നൈജീരിയ പുറത്തിറക്കിയ പുതിയ വാക്സിൻ MEN5CV. അപ്പോൾ 2024 മെനിഞ്ചൈറ്റിസിനെതിരെ നൈജീരിയ പുറത്തിറക്കിയ പുതിയ വാക്സിനാണ് MEN5CV. 2024 വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിക്ക് വേദിയായ രാജ്യം അബുദാബി. അപ്പോൾ 2024 വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിക്ക് വേദിയായ രാജ്യമാണ് അബുദാബി. വേൾഡ് മെറ്റീരിയോളജിക്കൽ റിപ്പോർട്ട് അനുസരിച്ച് 2023 ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തം ബാധിച്ച മേഖല ഏഷ്യ. അപ്പോൾ വേൾഡ് മെറ്റീരിയോളജിക്കൽ റിപ്പോർട്ട് അനുസരിച്ച് 2023 ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തം ബാധിച്ച മേഖലയാണ് ഏഷ്യ. ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യം UAE. ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യം UAE. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാന പദ്ധതികളാണ്. ആൺകുട്ടികളെ പാചകം പഠിപ്പിക്കാൻ സമഗ്ര ശിക്ഷ കോഴിക്കോട് പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച പദ്ധതി കുക്കീസ് എൻ്റെ ഭക്ഷണം എൻ്റെ ഉത്തരവാദിത്വം. അപ്പോൾ ആൺകുട്ടികളെ പാചകം പഠിപ്പിക്കാൻ സമഗ്ര ശിക്ഷ കോഴിക്കോട് പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് കുക്കീസ് എൻ്റെ ഭക്ഷണം എൻ്റെ ഉത്തരവാദിത്വം. കൃഷിക്ക് ആവശ്യമായ പമ്പ് സെറ്റ് സൗജന്യമായി സൗരോർജ്ജ വൈദ്യുതിയിലേക്ക് മാറ്റുന്ന പദ്ധതി PM കുസും പദ്ധതി. അപ്പോൾ കൃഷിക്ക് ആവശ്യമായ പമ്പ് സെറ്റ് സൗജന്യമായ സൗരോർജ്ജ വൈദ്യുതിയിലേക്ക് മാറ്റുന്നതിനുള്ള പദ്ധതിയാണ് PM കുസും പദ്ധതി. അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഇരുവരും മരണമടഞ്ഞതും നിർധനരുമായ കുടുംബങ്ങളിലെ കുട്ടികൾക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പാക്കുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി സ്നേഹപൂർവം. അപ്പോൾ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഇരുവരും മരണമടഞ്ഞതും നിർധനരുമായ കുടുംബങ്ങളിലെ കുട്ടികൾക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പാക്കുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് സ്നേഹപൂർവം. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള അംഗനവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ പാഠ്യപദ്ധതി ആദർശശീല. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള അംഗനവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ പാഠ്യപദ്ധതിയാണ് ആദർശശീല. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രതിരോധവുമായി ബന്ധപ്പെട്ട പ്രധാന കറണ്ട് അഫയേഴ്സ് ആണ്. 2024 ഏപ്രിലിൽ DRDO വിജയകരമായി പരീക്ഷിച്ച തദ്ദേശീയമായ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട ക്രൂയിസ് മിസൈൽ നിർഭയ്. ഇപ്പോൾ 2024 ഏപ്രിലിൽ DRDO വിജയകരമായി പരീക്ഷിച്ച തദ്ദേശീയമായ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട ക്രൂയിസ് മിസൈലാണ് നിർഭയ്. 2024 ഏപ്രിലിൽ ഇന്ത്യൻ കരസേനയുടെ ത്രിശക്തി കോപ്സ് മിസൈൽ ഫയറിംഗ് അഭ്യാസം നടന്നത് സിക്കിം. ഇപ്പോൾ 2024 ഏപ്രിലിൽ ഇന്ത്യൻ കരസേനയുടെ ത്രിശക്തി കോപ്സ് മിസൈൽ ഫയറിംഗ് അഭ്യാസം നടന്നത് സിക്കിം. 2024 ഏപ്രിലിൽ ഇന്ത്യൻ നേവി നടത്തിയ നാവികാഭ്യാസം ഈസ്റ്റേൺ വേവ്.
അപ്പോൾ 2024 ഏപ്രിലിൽ ഇന്ത്യൻ നേവി നടത്തിയ നാവികാഭ്യാസമാണ് ഈസ്റ്റേൺ വേവ്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാന നിയമനങ്ങളാണ്. ഇന്ത്യയുടെ പുതിയ നാവികസേന മേധാവിയാകുന്നത് ദിനേശ് കുമാർ ത്രിപാഠി. ഇന്ത്യയുടെ പുതിയ നാവികസേന മേധാവിയാകുന്നത് ദിനേശ് കുമാർ ത്രിപാഠി. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ മാനേജിംഗ് ഡയറക്ടറായി വീണ്ടും നിയമിതയാകുന്നത് ക്രിസ്റ്റലീന ജോർജീവ. അപ്പോൾ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ മാനേജിംഗ് ഡയറക്ടറായി വീണ്ടും നിയമിതയായത് ക്രിസ്റ്റലീന ജോർജീവ. അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലറായി നിയമിതയായത് നൈമ ഖാത്തൂൻ. അപ്പോൾ അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലറായി നിയമിതയായതാണ് നൈമ ഖാത്തൂൻ. NSCയുടെ പുതിയ മേധാവിയാകുന്നത് നളിൻ പ്രഭാത്. NSCയുടെ പുതിയ മേധാവിയാകുന്നത് നളിൻ പ്രഭാത്. ഓപ്പൺ എഐയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരി പ്രഗ്യ മിശ്ര. അപ്പോൾ ഓപ്പൺ എഐയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരിയാണ് പ്രഗ്യ മിശ്ര. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബഹിരാകാശവുമായി ബന്ധപ്പെട്ട പ്രധാന കറണ്ട് അഫയേഴ്സ് ആണ്. 2024 ഏപ്രിൽ 8 സമ്പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് നാസ വിക്ഷേപിച്ച റോക്കറ്റ് ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ വംശജൻ അരോഹ് ബർജാദ്യ. 2024 ഏപ്രിൽ 8 സമ്പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് നാസ വിക്ഷേപിച്ച റോക്കറ്റ് ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ വംശജനാണ് അരോഹ് ബർജാദ്യ. 2024 ഏപ്രിലിൽ സൂര്യന്റെ അരികിൽ കൂടി കടന്നുപോയ വാൽനക്ഷത്രം പോൺസ് ബ്രൂക്സ്. 2024 ഏപ്രിലിൽ സൂര്യന്റെ അരികിൽ കൂടി കടന്നുപോയ വാൽനക്ഷത്രമാണ് പോൺസ് ബ്രൂക്സ്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാന പുരസ്കാരങ്ങളാണ്. ഈ വർഷത്തെ മികച്ച ചിത്രത്തിനുള്ള വേൾഡ് പ്രസ് അവാർഡ് നേടിയത് മുഹമ്മദ് സലേം. ഈ വർഷത്തെ മികച്ച ചിത്രത്തിനുള്ള വേൾഡ് പ്രസ് അവാർഡ് നേടിയത് മുഹമ്മദ് സലേം. ലോറസ് പുരസ്കാരം 2024 മികച്ച വനിതാ താരം ഐദാന ബോൺമാറ്റി. ഇപ്പോൾ ലോറസ് പുരസ്കാരം 2024 മികച്ച വനിതാ താരം ഐദാന ബോൺമാറ്റി. ലോറസ് പുരസ്കാരം 2024 മികച്ച പുരുഷ താരം നൊവാക് ജോക്കോവിച്ച്. ലോറസ് പുരസ്കാരം 2024 മികച്ച പുരുഷ താരം നൊവാക് ജോക്കോവിച്ച്. 2024 ഏഷ്യൻ ടെലികോം അവാർഡിൽ ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത് കെ ഫോൺ. ഇപ്പോൾ 2024 ഏഷ്യൻ ടെലികോം അവാർഡിൽ ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത് കെ ഫോൺ. 2024 ജോൺ ആൻഡ് ജാക്ക് സിഗരറ്റ് ജൂനിയർ പുരസ്കാരം നേടിയ ISROയുടെ ദൗത്യം ചന്ദ്രയാൻ 3. 2024 ജോൺ ആൻഡ് ജാക്ക് സിഗരറ്റ് ജൂനിയർ പുരസ്കാരം നേടിയ ISROയുടെ ദൗത്യമാണ് ചന്ദ്രയാൻ 3. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാന പ്രമേയങ്ങളാണ്. 2024 ലോക ശബ്ദദിനത്തിന്റെ പ്രമേയം ഏപ്രിൽ 16 ശബ്ദദിനം. പ്രതിധ്വനിക്കുക, പഠിപ്പിക്കുക, ആഘോഷിക്കുക. ഇപ്പോൾ 2024 ലോക ശബ്ദദിനത്തിന്റെ പ്രമേയമാണ് പ്രതിധ്വനിക്കുക, പഠിപ്പിക്കുക, ആഘോഷിക്കുക. 2024 വേൾഡ് ഹെറിറ്റേജ് ഡേയുടെ പ്രമേയം ഏപ്രിൽ 18 ഹെറിറ്റേജ് ഡേ. വെനീസ് ചാർട്ടിന്റെ ലെൻസിലൂടെ ദുരന്തങ്ങളും സംഘർഷങ്ങളും. ഇപ്പോൾ 2024 വേൾഡ് ഹെറിറ്റേജ് ഡേയുടെ പ്രമേയം വെനീസ് ചാർട്ടിന്റെ ലെൻസിലൂടെ ദുരന്തങ്ങളും സംഘർഷങ്ങളും. 2024 ലോക ഭൗമദിനത്തിന്റെ പ്രമേയം ഏപ്രിൽ 22 പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ്. അപ്പോൾ 2024 ലോക ഭൗമദിനത്തിന്റെ പ്രമേയം പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ്. 2024 ലോക പുസ്തക ദിനത്തിന്റെ പ്രമേയം ഏപ്രിൽ 23 നിങ്ങളുടെ വഴി വായിക്കുക. 2024 ലോക പുസ്തക ദിനത്തിന്റെ പ്രമേയമാണ് നിങ്ങളുടെ വഴി വായിക്കുക. 2024 ലോക മലേറിയ ദിനത്തിന്റെ പ്രമേയം ഏപ്രിൽ 25 കൂടുതൽ സമത്വ ലോകത്തിനായി മലേറിയക്കെതിരായ പോരാട്ടം ത്വരിതപ്പെടുത്തുന്നു. 2024 ലോക മലേറിയ ദിനത്തിന്റെ പ്രമേയം കൂടുതൽ സമത്വ ലോകത്തിനായി മലേറിയക്കെതിരായ പോരാട്ടം ത്വരിതപ്പെടുത്തുന്നു. അടുത്തതായി കായികവുമായി ബന്ധപ്പെട്ട പ്രധാന കറണ്ട് അഫയേഴ്സ് നോക്കാം. 2024 കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റ് ജേതാവ് ഡി ഗുഗേഷ്. അപ്പോൾ 2024 കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റ് ജേതാവാണ് ഡി ഗുഗേഷ്. 2024 ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ദുബായ്. ഇപ്പോൾ 2024 ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ദുബായ്. ഇന്ത്യയിലെ ആദ്യ ഹൈബ്രിഡ് പിച്ച് ധർമ്മശാല ക്രിക്കറ്റ് സ്റ്റേഡിയം. ഇന്ത്യയിലെ ആദ്യ ഹൈബ്രിഡ് പിച്ചാണ് ധർമ്മശാല ക്രിക്കറ്റ് സ്റ്റേഡിയം. ടൈം മാഗസിൻ പുറത്തിറക്കിയ 2024 ഏറ്റവും സ്വാധീനമുള്ളവരുടെ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ ഗുസ്തി താരം സാക്ഷി മാലിക്.
ടൈം മാഗസിൻ പുറത്തിറക്കിയ 2024 ഏറ്റവും സ്വാധീനമുള്ളവരുടെ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ ഗുസ്തി താരമാണ് സാക്ഷി മാലിക്. 2024 ഏപ്രിലിൽ പുരുഷ ഡിസ്കസ് ത്രോയിൽ പുതിയ ലോക റെക്കോർഡ് കുറിച്ച താരം മിക്കോളാസ് അലക്ന. 2024 ഏപ്രിലിൽ പുരുഷ ഡിസ്കസ് ത്രോയിൽ പുതിയ ലോക റെക്കോർഡ് കുറിച്ച താരമാണ് മിക്കോളാസ് അലക്ന. 2024 ഏപ്രിലിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ബിസ്മ മറൂഫ് ഏത് രാജ്യത്തിന്റെ വനിതാ ക്രിക്കറ്റ് താരമാണ്? പാകിസ്ഥാൻ. 2024 ഏപ്രിലിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ബിസ്മ മറൂഫ് ഏത് രാജ്യത്തിന്റെ വനിതാ ക്രിക്കറ്റ് താരമാണ്? പാകിസ്ഥാൻ. 2024 അമ്പെയ്ത്ത് ലോകകപ്പ് വേദി ഷാൻഹായ്. 2024 അമ്പെയ്ത്ത് ലോകകപ്പ് വേദി ഷാൻഹായ്. 2020 ലോകകപ്പ് അംബാസിഡർമാർ യുവരാജ് സിംഗ്, ക്രിസ് ഗെയിൽ, ഉസൈൻ ബോൾട്ട്. 2020 ലോകകപ്പ് അംബാസിഡർമാരാണ് യുവരാജ് സിംഗ്, ക്രിസ് ഗെയിൽ, ഉസൈൻ ബോൾട്ട്.